ജോസ് കെ മാണിയെ ഒപ്പം കൂട്ടാനുള്ള നീക്കം വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ്. ഘടകകക്ഷികളുമായുള്ള ആശയവിനിമയം നടത്താൻ ഈ മാസം 17 കൊച്ചിയിൽ UDF യോഗം ചേരുന്നുണ്ട്. റാഫി കരീം കൊച്ചിയിൽ നിന്ന് ചേരുന്നു. റാഫി, ഗുഡ് മോർണിംഗ്. അതിനിടയിൽ ഈ PJ ജോസഫ് ഗ്രൂപ്പിന്റെ പിടിവാശി കാരണം ഈ ചർച്ചകളിൽ നിന്ന് ജോസ് കെ മാണി പിൻവാങ്ങുന്നു എന്ന രീതിയിലുള്ള ചില സൂചനകളും പാലയിൽ നിന്ന് വരുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ് റാഫി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജോസ് കെ മാണിയെ ഒപ്പം കൂട്ടാനുള്ള നീക്കങ്ങൾ അതിവേഗത്തിലാക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഈ 17 അനൌദ്യോഗിക യോഗം. 17-ാം തീയതി കൊച്ചിയിൽ ചേരുന്ന ഒരു ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് ഉണ്ട്. അതിൽ UDFന്റെ പല നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്, കോൺഗ്രസിലെ പല നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. ഇതിന് ഒപ്പം ഒരു അനൌദ്യോഗിക യോഗം കൂടി സംഘടിപ്പിക്കാനാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി UDFലെ മറ്റ് ഘടകകക്ഷികളുമായി ഈ വിഷയം ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആശയവിനിമയം നടത്തി വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. 19-ാം തീയതി രാഹുൽ ഗാന്ധി കൊച്ചിയിലെത്തുന്നുണ്ട്. 19-ാം തീയതി രാഹുൽ ഗാന്ധി കൊച്ചിയിലുള്ളപ്പോൾ ഈ വിഷയത്തിൽ മറ്റ് ധാരണകൾ രൂപപ്പെടുത്തുക എന്നതുകൂടി കോൺഗ്രസിന് മുന്നിലുണ്ട്. അതിനു മുൻപാണ് ഇത്തരത്തിൽ UDFന്റെ നേതാക്കളുമായി ആശയവിനിമയം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ 17 യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ജോസ് കെ മാണി നിലവിൽ കോട്ടയത്തുണ്ട്. ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തിന്റെ വിദേശ പര്യടനം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തിയത്. ഒരു വ്യക്തിപരമായ ചില ആവശ്യങ്ങൾക്ക് വിദേശത്തേക്ക് പോയി എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ജോസ് കെ മാണി ഇന്ന് കോട്ടയത്ത് നിലവിലുള്ള ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ 16-ന് കേരള കോൺഗ്രസ് എമ്മിന്റെ യോഗമുണ്ട്. ഈ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കേരള കോൺഗ്രസ് എം UDFലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തിൽ മറ്റ് ഘടകകക്ഷികൾക്ക് എതിർപ്പില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. സീറ്റുകൾ വിഭജിക്കുന്നതിലടക്കമുള്ള കാര്യത്തിൽ ഈ നേരത്തെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്ത് ഇതിൽ രമ്യതയിൽ എത്തിയതിനു ശേഷം ഈ ചർച്ചകൾ വേഗത്തിലേക്കാക്കി മറ്റ് തടസ്സങ്ങളില്ലാതെ കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം കൂട്ടുക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ UDFന്റെ 17-ാം തീയതി ചേരുന്ന ഈ അനൌദ്യോഗിക യോഗം അത് ഏറെ നിർണായകമാകും ഈ വിഷയത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.